അശോ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദനൻ പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് 2025 വർഷത്തിൽ ചിങ്ങം രാശിക്കാർക്ക്, മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്ക് കർമ്മപരമായിട്ട്, അതായത് തൊഴിൽ, ബിസിനസ്, മറ്റ് കരിയർ സംബന്ധിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ മാത്രം നമ്മൾ അടിസ്ഥാനപ്പെടുത്തി ഈ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. നമ്മൾ ഈ വർഷം കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് എല്ലാ വീഡിയോയും സെപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജോലി, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ, നമുക്ക് സ്ഥലം, വീട്, വാഹനാദി കാര്യങ്ങൾ, വിവാഹങ്ങൾ, കർമ്മങ്ങൾ, ദാമ്പത്യ കാര്യങ്ങൾ, ആരോഗ്യം, ഭാഗ്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് വരാനുള്ളത്, അത്തരം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എല്ലാം ഒരു സെപ്പറേറ്റ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ വീഡിയോ ഡ്യൂറേഷൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അത്തരത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അത് കുറച്ചുകൂടി എല്ലാവർക്കും സൗകര്യപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ കാണുന്ന പുതിയ വ്യക്തികൾ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അറിയാനായിക്കൊണ്ട് ചാനൽ മെയിൻ പേജിൽ കയറുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. @ഫസ്റ്റ് മലയാളം എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക്, യൂട്യൂബിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചാനൽ മെയിൻ പേജിൽ എത്താൻ സാധിക്കും. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും വിശദാംശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ജ്യോതിഷപരമായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് മാത്രം വാട്സപ്പ് വഴി ബന്ധപ്പെടുക. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നത് പ്രയോജനപ്പെടുത്താം. ഈ വർഷത്തിൽ എന്തൊക്കെയാണ് ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അതാ സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കരുത്. അപ്പോൾ അധികം വൈകാതെ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2025 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയാണോ സ്ഥിരമായിട്ട് സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഈ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിന്ന് പോവാം എന്ന് നമ്മൾ കണക്കാക്കിക്കൊണ്ട് ചെയ്തു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നൊക്കെ ടോട്ടലി ചേഞ്ചാണ് ഈ വർഷം വരാനായിട്ട് പോകുന്നത്. ആ മാറ്റത്തിലേക്ക് നമ്മൾ മനസ്സ് വെച്ച് ആ മാറ്റത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്ന് അത് റിലേറ്റഡായിട്ട് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും ആ സാഹചര്യങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ ശീലിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കാരണം നമ്മളൊരു പുതിയ സാഹചര്യങ്ങളിലേക്ക് കടക്കുകയായിരിക്കും. ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മേഖലയായിരിക്കാം. സ്ഥലം മാറ്റം, ഗൃഹം മാറ്റം, ജോലി മാറ്റം, പ്രവൃത്തി മണ്ഡലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന പക്ഷം മാത്രമേ നമുക്ക് വരും കാലത്ത് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവൂ. ഇല്ലെങ്കിൽ നമുക്ക് പഴയ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. നമുക്ക് ജീവിതത്തിൽ വലിയൊരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാവില്ല എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണ് വരുന്നത്. കണ്ടക ശനി കഴിഞ്ഞ് അഷ്ടമശനിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കാലഘട്ടം, രാഹുവേതുക്കളുടെ മാറ്റം, ജന്മത്തിൽ കേതു, അതൊക്കെ 11ൽ വ്യാഴം, അതൊക്കെ വലിയൊരു പരിവർത്തനത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സുഖാവസ്ഥയിൽ നിന്ന് മാറും. സുഖാവസ്ഥയിൽ നമ്മളൊന്ന് മാറ്റം വരുത്താൻ തയ്യാറാവേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് പ്രവൃത്തി മണ്ഡലത്തിൽ കാണുന്നത്. പുതിയ പാലുകൾ, പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ജോലി ഉദരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് വ്യക്തികൾക്ക് ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായിട്ട് സിറ്റുവേഷൻസോ, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് ചില ട്രാൻസ്ഫറുകൾ വരാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് ഈ വർഷം സൂചിപ്പിക്കുന്നു. നമുക്കത് അത്ര കണ്ട് പരിചിതമല്ലാത്തൊരു മേഖല ആയിരിക്കാം. ചിലപ്പോൾ നമുക്കത് പൂർണ്ണമായി തൃപ്തിയായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കില്ല എന്ന് കാണുന്നുണ്ട്. അത് അവിടുത്തെ സാഹചര്യമാവും, അവിടുത്തെ വ്യക്തികളുമായിട്ടുള്ള
ഇടപഴക്കം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രയാസങ്ങളോ, നമുക്ക് കുടുംബമൊക്കെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളോ, പുതിയ കാര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത വിശേഷങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിന് നമ്മൾ മറികടക്കേണ്ടതുണ്ട്. അതിന് നല്ലവണ്ണം പ്രാർത്ഥനയും കാര്യങ്ങളും നമുക്ക് വേണം, മെഡിറ്റേഷൻ വേണം. അതേപോലെ തന്നെ കാര്യങ്ങളെ വളരെ നന്നായിട്ട് തന്നെ വിശകലനം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മനോഭാവത്തോടു കൂടി ഈ വർഷം കടന്നു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ നിലവിൽ ജോലി ഇല്ലാത്തവർക്കോ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നവർക്കോ പുതിയൊരു മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കോ ഏറ്റവും നല്ല സമയമാണ്. ഒരു നല്ല കാര്യങ്ങളായിട്ട് കണക്റ്റ് ആവാനാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുണ്ട് ഈ വർഷം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. പ്രത്യേകിച്ച് അതിനായിക്കൊണ്ട് തന്നെ മാനസികമായിട്ട് തയ്യാറാവുക, ആരോഗ്യം നമ്മൾ നേരാക്കിയെടുക്കുക. കാരണം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് വരുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ചിലപ്പോൾ ജോലി പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളോ ഒക്കെ വരാം, അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ളതായിട്ട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം റിപ്പീറ്റേഷൻ വരുന്നതായിട്ടുള്ള അവസ്ഥകളും കർമ്മമേഖലയിൽ ഉണ്ടാവാം. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് സ്ഥിതിവിശേഷം ഉണ്ടാവും. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ചെയ്തു പോകണം എന്ന് പറയുന്നു. മേലുദ്യോഗസ്ഥരുമായിട്ട് വളരെ രമ്യതയിൽ പോകേണ്ടതായിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ എല്ലാ സഹപ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ ഏത് സ്ഥലത്താണോ ഏത് പരിസ്ഥിതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് അവിടെയുള്ളതായിട്ട് വ്യക്തികളുമായിട്ടും ഒക്കെ നമ്മൾ ഇഴുകി ചേർന്ന് പോകേണ്ടതുണ്ട്. പലതും നമുക്ക് തൃപ്തികരമാവില്ല, അല്ലെങ്കിൽ പെരുമാറ്റം കൊണ്ടോ മറ്റു പ്രശ്നങ്ങളെ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ നേരിടാം. അതിൽ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. അവിടെ നമുക്ക് പൂർണ്ണമായിട്ടൊരു പ്രാർത്ഥനകളുമായി ഡിവൈൻ സപ്പോർട്ട് വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അധിക ചെലവുകളും ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ച കാണുന്നുണ്ടെങ്കിലും അധിക ചെലവുകളും വരുന്നുണ്ട്. ആ ചെലവുകളെ നമ്മൾ മറ്റേ എന്തെങ്കിലും നല്ല രീതിക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് അത് മുന്നോട്ട് നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് വരാനായിട്ട് പോകുന്നത്. മാർച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മാറ്റം, വലിയൊരു മാറ്റത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ വലിയ ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ചിലവർക്ക് കർമ്മരംഗത്ത് എത്ര കണ്ട് ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റേതായിട്ട് റിസൾട്ടുകൾ വരുന്നില്ല, അതിനനുസരിച്ച് നമുക്കൊരു ബെനിഫിറ്റ്സ് വരുന്നില്ല എന്നുള്ളതായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാം. അതേപോലെ ഒരു പരാജയ ഭീതി, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിട്ട് കൺഫ്യൂഷൻ ധാരാളം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതൊരു മനസ്സിനൊരു അശാന്തി, ഒരു ഫ്രസ്ട്രേറ്റ് ആവുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ, ഓവർ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതകൾ, അകാരണമായിട്ടുള്ള ചിന്തകൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു മനസമാധാനം നമുക്ക് പോയി കിട്ടും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ചില സമയങ്ങളിൽ. ചിലർക്ക് ഉറക്കക്കുറവ് വരാം, ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, മനക്ലേശങ്ങൾ വരാം. ജോലിയിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഗാഢമായിട്ട് ചിന്തിച്ച് ഒരു ഓവർ തിങ്കിങ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു സമയമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. കൂടെയുള്ള വ്യക്തികളിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ട് അനുഭവങ്ങളൊന്നും വരില്ല എന്ന് നമ്മൾ കണക്കാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പലവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. നമുക്ക് അർഹതയുള്ളതായിട്ട് പല കാര്യങ്ങളും മറ്റുള്ളവർ അത് നേടിയെടുക്കുന്ന അവസ്ഥയും, നമ്മുടെ മുമ്പിൽ തന്നെ അത് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില വിഷമതകളും ഈ വർഷം നേരിടും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം, പ്രാർത്ഥന വേണം, മനോനിയന്ത്രണം വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ അർഹിക്കുന്ന സ്ഥാനമാനം നമുക്ക് വരാതിരിക്കുക, പ്രൊമോഷനൊക്കെ തടസ്സം നിൽക്കുക, അങ്ങനെയുള്ളൊക്കെ അവസ്ഥകൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തൊഴിൽ ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാം. അപ്പോൾ ഒരു മാറ്റത്തിന് തയ്യാറാവേണ്ട ചില സാഹചര്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ നല്ലവണ്ണം ജാതകങ്ങൾ ഈ സമയങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് നല്ല തീരുമാനമായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ജാതകങ്ങൾ പരിശോധിക്കാനായിക്കൊണ്ട് തയ്യാറാവുക. അതുപോലെ പല മാറ്റങ്ങളും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഈ ഒരു അവസ്ഥ, തൊഴിൽ മാത്രമല്ല എല്ലാ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാ പ്രവർത്തികളിലൊക്കെ ഈ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് മറികടക്കാം എന്നുള്ളത് ആ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്കൊരു ഡിവൈൻ സപ്പോർട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കുന്നു. പ്രതീക്ഷിക്കാത്ത പലവിടുന്നും നമുക്ക് നല്ല സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കാം, ഒരു കൈത്താങ് നമുക്ക് ലഭിക്കുന്ന അവസ്ഥകളുണ്ടാവും. കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് നടക്കാതെ പോയ ഇഷ്ടകാര്യങ്ങൾ നമുക്ക് അത് നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും അതിനെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും അതൊക്കെ നമുക്ക് സാധൂകരിക്കാനും സാധിക്കും എന്നുള്ള ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. അത് മുഖാന്തരം നമുക്ക് സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ഈ വർഷം ചിങ്ങൻ രാശിക്കാർക്ക് ഉയർച്ചകൾ ഉണ്ടാവുക എന്ന് നമ്മളൊന്ന് പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് മെഡിസിൻ്റേതായിട്ടുള്ള മേഖലകൾ,
അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അതുപോലെ തന്നെ മരുന്ന് ഉൽപ്പാദനം, വിപണനം മുതലായിട്ടുള്ള മേഖലകൾ, ഔഷധശാലകൾ, നഴ്സിംഗ്, ഫാർമസി അങ്ങനെയുള്ള മേഖലകൾ, ദന്തൽ വിഭാഗങ്ങൾ, സർജറി മുതലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതൊക്കെ വളരെയധികം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാനും അത്തരം മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ മേഖല വളരെയധികം ഒരു ആക്റ്റീവ് ആവേണ്ട ഒരു സമയ സന്ദർഭങ്ങളാണ് പ്രത്യേകിച്ച് ഈ വർഷം കാണുന്നത്. അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ മുതലായിട്ട് മേഖലകൾ, ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, അഡ്മിനിസ്ട്രേഷൻ മുതലായിട്ടുള്ള മേഖലയിലുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാൻ, ആ മേഖല ശോഭിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഇവിടെയൊക്കെ ഹാർഡ് വർക്കുകൾ പറയുന്നു. IAS അതുപോലെ തന്നെ IPS മേഖലകളും IFS മുതലായിട്ട് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, അശാന്ത പരിശ്രമങ്ങൾ വേണ്ട ഒരു സമയമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ബിസിനസ് മേഖലയിൽ കാര്യമാത്ര നമുക്ക് മാറ്റങ്ങൾ വരാൻ സാധിക്കും. പക്ഷേ നമുക്കിവിടെ ഹാർഡ് വർക്ക് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള തക്കതായിട്ടുള്ള പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ചില ഒരു വിഷമം ബിസിനസ് മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളത് കുറച്ച് കാലം നമുക്ക് തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായ സ്ഥിതിവിശേഷം വരാം. കൂടുതൽ ലാഭങ്ങൾ നമുക്കില്ല എങ്കിലും അത്യാവശ്യമുള്ള നമുക്ക് ആ ലാഭങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വർഷം അഗ്രികൾച്ചർ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും എന്ന് കാണുന്നു. അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റങ്ങൾ സാധ്യതയുണ്ട്. അതുപോലെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വർഷമായിട്ട് പറയുന്നുണ്ട്. നല്ല സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടോ സർക്കാർ ഇതര വിഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട അപ്രൂവ്ഡായിട്ട് മേഖലകൾ, റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ട് മേഖലകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ചയും അതിലൊക്കെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയും ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഒക്കെ സൂചിപ്പിക്കുന്നു. വിദേശത്തുള്ളവർക്കും തീർച്ചയായിട്ടും ഇത്തരം മേഖലകളിലൊക്കെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഉയർച്ച പറയുന്നുണ്ട്. ഇതുവരെ കാത്തിരുന്നവർക്ക് നല്ല റിസൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പുതിയ ഗവൺമെൻറ് സപ്പോർട്ടുകളൊക്കെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ പല സംരംഭങ്ങളും ഈ സമയത്ത് ഈ വർഷം തുടങ്ങും എന്ന് പറയുന്നുണ്ട്. നല്ലവണ്ണം കൂടിയാലോചന നടത്തി തുടങ്ങുന്നതായിരിക്കും നല്ലത്. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളല്ലാതെ നമ്മൾ തന്നെ സ്വയം എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. സ്വയം തൊഴിൽ മുതലായിട്ട് മേഖലകൾ, അത്തരം കാര്യങ്ങളൊക്കെ, ചെറുകിട വ്യവസായങ്ങൾ, ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ, അതിനൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടുകൾ, ലോണോ കാര്യങ്ങളൊക്കെ സാങ്ഷനായിട്ട് വരേണ്ടതായിട്ട് സാധ്യതകൾ, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ, ശുക്രൻ, ശനി എന്നിവരുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഈ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ വളരെയധികം ശോഭിക്കാനും അത്തരം മേഖല പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉന്നതിയും സാമ്പത്തിക ലാഭങ്ങളും നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സിനിമാ മേഖല ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ നല്ലൊരു ഉണർവുണ്ടാവേണ്ട വർഷമാണ് ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഈ പ്രാവശ്യം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ക്രയവിക്രയങ്ങളിലൂടെ ബിസിനസ്സുകളൊക്കെ നടക്കുന്നവർക്കോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നവർക്കോ തീർച്ചയായിട്ടും ഒരു നല്ല വർഷമായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള ഡീലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വസ്തു ക്രയവിക്രയങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ ഒരു ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇതുവരെ ഡെഡായി കിടന്നിരുന്ന പല കാര്യങ്ങളും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും അതിലൂടെയൊക്കെ നമുക്ക് വരുമാനങ്ങളൊക്കെ വരാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ഒരുപാട് ഈ റെനോവേഷൻ വർക്കുകളൊക്കെ, ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ച് നിരത്തി പുതിയ മേഖല പണിയുക, പുതിയ ബിൽഡിങ്ങുകൾ പണിയുക, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ബിൽഡിങ്ങുകൾ നമ്മൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള ഒരുപാട് റീകൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഒരുപാട് നടത്താനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനായിട്ട് അത് ബന്ധപ്പെട്ട മേഖലകൾ, ഫർണിച്ചർ, ടിമ്പർ ബിസിനസ്സുകളായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, അലങ്കാര വസ്തുക്കൾ വിപണനം, അങ്ങനെയൊക്കെയുള്ള മേഖലകൾ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മേഖല വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇതൊക്കെ വളരെയധികം ശോഭിക്കാനും, അതുപോലെ തന്നെ ആഭരണങ്ങൾ, രത്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഗോൾഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക്, അതിൽ പ്രവർത്തിക്കുന്നവർക്ക്, രത്നങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, അലങ്കാര വസ്തുക്കൾ, മത്സ്യങ്ങൾ, മത്സ്യകൃഷി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ലാഭകരമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ജലവാഹനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കപ്പൽ ആയിട്ട് ജോലികളോ മറൈൻ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല ഉയർച്ച ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ചയും ലാഭകരമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും.
IT വ്യവസായങ്ങളൊക്കെ വളരെയധികം ശോഭിക്കും. IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ചയും സാമ്പത്തിക ലാഭങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ പുതിയ അവസരങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. നൂതന സാങ്കേതികവിദ്യ, AI ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലൊക്കെ കൂടുതൽ സാധ്യതകൾ ഈ വർഷം നമുക്ക് ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ്, നോൺ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ, അത്തരം സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ വിജയപ്രദമായിട്ട് വരാനും ബാങ്കിങ് മേഖലയിൽ പുതിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ലാഭകരമായിട്ട് വരാനും സാധ്യതയുണ്ട്. എക്സ്പോർട്ട് മേഖലയിൽ കാര്യപ്പെട്ടതായിട്ടുള്ള മാറ്റങ്ങൾ, ഇമ്പോർട്ട് മുതലായിട്ട് കാര്യങ്ങളൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. ലോജിസ്റ്റിക് വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് വാഹന നിർമ്മാണം, വിപണനം മുതലായിട്ടുള്ള മേഖലകൾ, ഡിസ്ട്രിബ്യൂഷൻ മുതലായിട്ട് മേഖലകളൊക്കെ വളരെയധികം നന്നാവാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ ലാഭകരമായിട്ട് നമുക്ക് വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഈ സീ ഫുഡ്സ് ബന്ധപ്പെട്ട മേഖല, കപ്പൽ കടലൊക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖല, ജല അതോറിറ്റികളൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട്. സംഗീതം, സാംസ്കാരിക മേഖലകൾ, സിനിമാ മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ പുതിയ തൊഴിൽ സംരംഭങ്ങളും കൂട്ടായ പ്രവർത്തികളും പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങളും ഇതൊക്കെ തീർച്ചയായിട്ടും വിജയിക്കാനും, മ്യൂച്വൽ ഫണ്ട്സോ കാര്യങ്ങളിലൊക്കെ നമുക്ക് നിക്ഷേപിക്കുന്ന പക്ഷം അത്യാവശ്യം നമുക്ക് ലാഭകരമായിട്ട് വരാനും, ഷെയർ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നിക്ഷേപിക്കാവുന്ന ഒരു വർഷമായിട്ടാണ് ഈ പ്രത്യേകിച്ച് കാണുന്നത്. കൂടുതൽ ഈ കൃഷി നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളിലൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അഭിവൃദ്ധികൾ ഈ വർഷം നമുക്ക് പ്രത്യേകിച്ച് പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ധൈര്യമായിട്ട് തന്നെ പ്രവൃത്തി മണ്ഡലത്തിൽ ഇറങ്ങി അത് വിജയപ്രദമായിട്ട് മാറ്റിയെടുക്കാനെ കൊണ്ട് ശ്രമിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും നല്ല ഉയർച്ച വരും എന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല മാറ്റങ്ങളും ഈ വർഷം നമുക്ക് ഈ ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് കാണുന്നത്. ഒരുപാട് നമുക്ക് പറയാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തരം അറിവുകളൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക. പ്രത്യേകിച്ച് ശനിദോഷങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. രാഹുകേതുക്കളിലേക്ക് ദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ശനിമാറ്റം, രാഹുമാറ്റം, വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. മാസഫലങ്ങളും എല്ലാം പ്രത്യേകിച്ച് കാണുക. ദശാകാലങ്ങൾ അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്യാനായിക്കൊണ്ട് തയ്യാറാവുന്ന വർഷം തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റത്തെ നമുക്ക് വരവേൽക്കാം എന്നാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ വർഷം കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വർഷം ചെയ്യേണ്ടത്, ദോഷപരിഹാരങ്ങളും അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നോക്കുമ്പോൾ ഈ അഷ്ടമശനിയുടെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. കൂടുതൽ ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ കാണാനായിക്കൊണ്ട് സാധിക്കും. എങ്കിലും നേരത്തെയുള്ള പോലെ തന്നെ കണ്ടകശനി പോലെ തന്നെ അഷ്ടമശനി കുറച്ചുകൂടി ദോഷകരമായിട്ടാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നല്ലവണ്ണം ശനിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥനകൾ ചെയ്യുക, ചാരിറ്റികൾ നിറയണം ചെയ്യാൻ ശ്രമിക്കണം. ഒരു സ്പിരിച്വൽ കണക്ടിവിറ്റി ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. എങ്കിൽ മാത്രമേ കാര്യങ്ങൾക്കൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ. പിതൃതർപ്പണങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്യുക, ശിവാരാധന ചെയ്യുക, അമാവാസി തർപ്പണങ്ങൾ, കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും വഴിപാടുകൾ, ശബരിമല ക്ഷേത്ര ദർശനങ്ങളും ശനിയാഴ്ച വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ആഞ്ജനേയനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മഹാവിഷ്ണു പ്രീതിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യ ഭജനം ചെയ്യണം, ഷഷ്ടി വ്രതം നോക്കുന്നതും വളരെയധികം നല്ലതാണ്. കൂടുതൽ മെഡിറ്റേഷൻ, ഉപാസനാ കാര്യങ്ങളും ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് ദോഷപരിഹാരങ്ങളെ നമ്മൾ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു തെളിച്ചം വരിക എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിവുകൾ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ, ജാതക പരിശോധന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവത് പ്രീതി വരട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.